നമസ്കാരം. MRP എന്ന് പറയുന്ന സംവിധാനം ലോകത്ത് ആകെ 4-5 രാജ്യങ്ങളിൽ മാത്രമേ ഉള്ളൂ. വേറെ ഒരിടങ്ങളിലും MRP എന്ന് പറയുന്ന സംവിധാനമില്ല. ഓരോ കടകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള വിലയ്ക്ക് വിൽക്കാം. അടിസ്ഥാന ആവശ്യങ്ങളായ പാല്, ബ്രെഡ് പോലെയുള്ള സാധനങ്ങൾക്ക് മാത്രമാണ് ചില പ്രൈസ് റെസ്ട്രിക്ഷൻ ഉള്ളത്. എന്നാൽ ഇന്ത്യയിൽ നമ്മളെല്ലാം വാങ്ങുന്നത് MRP അടിസ്ഥാനമാക്കിയാണ്. MRP എന്ന് പറയുന്നത് തന്നെ മാക്സിമം റീറ്റെയിൽ പ്രൈസ്. അതിനേക്കാൾ 1 രൂപ പോലും ഉയർത്തി വിൽക്കാൻ പാടില്ല, നിയമവിരുദ്ധമാണ്. അങ്ങനെയെങ്കിലും നമ്മൾക്ക് സമാധാനിക്കാം. അതിനാണ് MRP എന്നുള്ള സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്, അമിത വില ഈടാക്കാതിരിക്കാൻ. പക്ഷേ MRP തന്നെ അമിതമായിട്ടിടാൻ ചില നിയമങ്ങൾ അനുവദിക്കുന്നുണ്ട്. ഇപ്പോൾ സൂപ്പർ മാർക്കറ്റ്, ഹൈപ്പർ മാർക്കറ്റ് ധാരാളം വരാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വില കുറവിൽ പല സൂപ്പർ മാർക്കറ്റിലും കിട്ടുന്നുണ്ട്. ഞാൻ പതിവായി വാങ്ങുന്ന ഒരു സാധനമാണ് കംഫർട്ട്, 1 ലിറ്ററിന്റെ കംഫർട്ട്. ഇതിന്റെ MRP 235 രൂപയാണ്. റിലയൻസിൽ പ്രൈസ് 195 രൂപ, അതായത് 40 രൂപ കുറവ്. ഇത് സ്പെഷ്യൽ ഓഫറിലുള്ള പ്രൈസ് അല്ല, അവരുടെ സ്ഥിരം പ്രൈസ് ആണ്. നമ്മൾ എല്ലാവരും വാങ്ങുന്ന സൺഫ്ലവർ ഓയിൽ. സൺഫ്ലവർ ഓയിലിന് MRP വളരെ ഹൈ ആണ് കമ്പനി തന്നെ ഇട്ടിരിക്കുന്നത്. മിക്കവാറും കടകളിലൊക്കെ വളരെ ചെറിയ തുക മാത്രമേ കുറയാറുള്ളൂ. റിലയൻസിൽ അങ്ങനെയല്ല. ഇതിന്റെ MRP 185 രൂപയാണ്. കഴിഞ്ഞ ദിവസം റിലയൻസിൽ നിന്ന് വാങ്ങിയത് 145 രൂപ, അതായത് 40 രൂപ കുറച്ച്. എല്ലാവരും വാങ്ങുന്ന ചിപ്സ് 20 രൂപ. ഈ സാധനത്തിനൊന്നും വില കുറയ്ക്കേണ്ട ആവശ്യമില്ല ശരിക്കും. എന്നാലും റിലയൻസിൽ ഇത് 18 രൂപ മാത്രം. ഇതുപോലെയുള്ള പല സാധനങ്ങൾക്കും റിലയൻസിൽ വില കുറവാണ്. എന്നാൽ കടല, പയറ്, പരിപ്പ് പോലെയുള്ള സാധനങ്ങൾ പാക്ക് ചെയ്തു വരുന്നതിന് അമിത വിലയുമാണ് റിലയൻസിൽ. അവിടെ തന്നെ ലൂസായിട്ട് കിട്ടുന്ന സാധനം വാങ്ങിക്കുകയാണെങ്കിൽ വില കുറവുമാണ്. മിക്കവാറും റിലയൻസിൽ പച്ചക്കറിക്ക് വില കൂടുതലാണ്. 1-2 ഐറ്റം വില കുറച്ച് അവർ വിൽക്കും, ആളുകളെ ആകർഷിക്കാൻ. എപ്പോഴും നല്ല ഒന്നാന്തര സവാള കിട്ടുന്ന ഒരു സ്ഥലമാണ് റിലയൻസ്. എന്നാലും എല്ലാ സാധനത്തിനും അവിടെ വില കുറവല്ല. അതുകൊണ്ട് നമ്മൾ വാങ്ങുന്ന എല്ലാ സാധനത്തിന്റെയും വില കൃത്യമായി അറിയുക. നമ്മുടെ പ്രശ്നം വില കുറച്ച് കിട്ടുക എന്നുള്ളത് മാത്രമാണ്. ലുലു ആയാലും കൊള്ളാം, മൂലൻസ് ആയാലും കൊള്ളാം, റിലയൻസ് ആയാലും കൊള്ളാം, മറ്റ് ചെറു കടകളായാലും കൊള്ളാം. ഓരോ സാധനങ്ങൾ വാങ്ങുമ്പോഴും കൃത്യമായിട്ട് ബില്ല് നോക്കുക. ഓരോ സ്ഥാപനങ്ങളിൽ എത്ര കുറച്ച് കിട്ടുന്നുണ്ട് അതിനനുസരിച്ചിട്ട് വേണം വാങ്ങാൻ. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളായ 10-20 സാധനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഏറ്റവും വിലക്കുറവ് റിലയൻസ് തന്നെയാണ്, സംശയമില്ല.